ഞാൻ എൻ്റെ തൊഴിലായി പത്രപ്രവർത്തനം ശീലിക്കുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിക്കുന്നതല്ല. എൻ്റെ കുടുംബത്തിന് അച്ഛനും ബന്ധുക്കളായിട്ടുള്ള കുടുംബത്തിന് പത്രപ്രവർത്തനമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെങ്ങനെ? എന്തായാലും പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അവിടെ ഒരു കലോത്സവം നടന്ന അവസരത്തിൽ ഒരു മത്സരം നടന്നു. അപ്പോൾ ഞാൻ അന്ന് ഒരു എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കും, അദ്ദേഹം ഇപ്പോഴില്ല, കർമ്മചന്ദ്രൻ, കൈനിക്കരപ്പറ്റോള സാറിൻ്റെ മകൻ. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനമായിരുന്നു അന്ന് എനിക്ക് കിട്ടിയത്. അത് ഒരു മത്സരത്തിൽ എനിക്ക് 1ാം സമ്മാനം കിട്ടി. അഭിനയത്തിന് 1ാം സ്ഥാനം കിട്ടി. അത് പുന്നപ്ര വയലാർ പുന്നപ്ര വെടിവയ്പ്പ് നടന്നപ്പോൾ പിറ്റേ ദിവസം ഒരു വയസ്സിന് ഇറങ്ങി വന്ന് എൻ്റെ മകനെവിടെ എന്ന് ചോദിച്ചു നടക്കുന്ന ഒരു അവതരണമാണ് അത് കാണിച്ചത്. അത് കയ്യടി സഹിതം അത് കിട്ടി. അതോടുകൂടി തലയ്ക്ക് കയറ്റി അഭിനയം മതി, സിനിമയിൽ അഭിനയിക്കണം എന്നൊരു മോഹം എനിക്കുണ്ടായി. അത് കർമ്മേന്ദ്രൻ്റെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഇദ്ദേഹം പിന്നെ മധുവൊക്കെ പിറ്റി വന്നതാണ് ഞങ്ങളുടെ കൂടി. യൂണിവേഴ്സിറ്റി കോളേജിൽ ആയിരുന്നു. അങ്ങനെ ഇരുന്നത് കഴിഞ്ഞപ്പോൾ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി ഞാൻ. ലോക്കലായിട്ടുള്ളത് അല്ലാത്തതാണെങ്കിൽ പ്രൊഫഷണൽ നാടകത്തിനൊന്നും പോയിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ KS കൃഷ്ണപിള്ള എന്നൊരു ലോട്ടറിയിലേക്ക് നേതാവായിരുന്നു. അങ്ങേരുമായിട്ട് പരിചയപ്പെട്ടു. അങ്ങേര് നാടകങ്ങളൊക്കെ എഴുതുമായിരുന്നു, ചെറിയ ചെറിയ അഭിനയിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം പൂജപ്പുര വന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്നു. അങ്ങനെ വന്ന് ചെന്നപ്പോൾ അപ്പോൾ ഇതിനിടയ്ക്ക് പിന്നെ പത്രപ്രവർത്തനം ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ അത് കേരളകൗമുദിയുണ്ട്, അന്ന് കൗമുദി കെ ബാലകൃഷ്ണൻ്റെ കൗമുദിയുണ്ട്. ആ കൗമുദി എന്ന വീക്കിലി മാത്രമല്ല, അന്ന് RSPയുടെ മുഖപത്രമായിട്ടുള്ള പത്രമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ അത് സാമ്പത്തികമായിട്ട് തകർന്നു. വന്നപ്പോൾ അവർ പൂജപ്പുര അഞ്ചൂർ ഒരു കെട്ടിടത്തിൽ കൊണ്ടുവന്നു. ഒരു കൊട്ടാരം എന്നാണ് പറഞ്ഞത്, പഴയൊരു കെട്ടിടം. ഞാൻ പിന്നെ കണ്ടതാണ്. വന്ന് അവിടെ വന്നു. പിന്നെ അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് അപ്പോൾ ഇതിനിടയ്ക്ക് ബൈ ദ ടൈം പത്രത്തിൻ്റെ പത്രസമിതിയിലെ പല അംഗങ്ങളും ആ പത്രം വിട്ടു കഴിഞ്ഞു. ആ പട്ടണത്തിൽ പോയി. അന്ന് വിജയരാജ് സാറുണ്ടായിരുന്നു, അദ്ദേഹം പോയി. CN ശ്രീധരൻ നായരുണ്ടായിരുന്നു, അദ്ദേഹം പോയി. അവസാനം വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ അനിയൻ യദുകുലകുമാർ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ പത്രം പിന്നെ പേട്ടയിൽ നടത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ കൊണ്ടുവന്ന് മഞ്ചേരി ഞാൻ പറഞ്ഞ ആ പഴയ കെട്ടിടമാണ്, ബോണ്ടിൽ കയറി പോകണം, കെട്ടിടത്തിലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഈ KS കൃഷ്ണയുടെ അടുത്ത് ഈ വേണു ഒരു RSP നേതാവൊക്കെയാണ്. പിന്നെ ഒരു ഇലക്ഷനൊക്കെ നേടിയിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ എഡിറ്റോറിയൽ ബോർഡിൽ ആരില്ല, ഞാനും എൻ്റെ അനിയനേ ഉള്ളൂ, അതൊരു ആക്ഷേപം പോലായി തുടങ്ങിയിട്ടുണ്ട്, അതിന് ആരെങ്കിലും തരണം അറിയാവുന്ന പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഈ KS കൃഷ്ണനെ വീട്ടിൽ ചെന്നപ്പോൾ ചുമ്മാ നാടകമൊക്കെ അഭിനയിച്ച് നടന്നാൽ പോരാ, നമുക്ക് എന്തെങ്കിലും തൊഴിൽ വേണമല്ലോ. അവന് തൊഴിലെന്തോന്ന്, എനിക്ക് തൊഴിലെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലല്ല, അത് പത്ര ഓഫീസിൽ ഞാൻ ജോലി ചെയ്യണം. അത് അവന് പത്ര ഓഫീസിൽ. അപ്പം അദ്ദേഹം പത്രത്തിൻ്റെ ആവശ്യവും അതുകൊണ്ടുണ്ടാകുന്ന മഹിമയും കാര്യങ്ങളും വിശദമായിട്ട് പത്രധർമ്മം എന്താണെന്നെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ആണ് ഞാൻ ആദ്യമായിട്ട് അവിടെ ഞാൻ ചെന്നപ്പോൾ ബാലകൃഷ്ണൻ എന്നും വരില്ല. ബാലകൃഷ്ണൻ എഡിറ്റോറിയൽ എഴുതി കൊടുത്തയക്കും. അപ്പം വേണു PTA ഷീറ്റ് കയറി തരും, ഞാനത് കൊടുക്കും. ഇങ്ങനെയാണ്. അങ്ങനെ ഒരു ദിവസം ബാലകൃഷ്ണൻ അവിടെ കയറി വന്നു. പിന്നെ അവിടെ ഇരുന്ന് എഴുതിയപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ PTA ഷീറ്റ് എഴുതിയത് എൻ്റെ തജ്ജമ്മ കൊണ്ട് വേണിയിലേക്ക് കൊടുത്തു. വേണു പറഞ്ഞു, ഞാൻ കാണിച്ച് ബാലിനെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ട് കാണിച്ചപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പോയി. ഞാൻ അവിടെ നിന്ന് എഴുതി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞു, വേണു ദിസ് ബോയ് ഈസ് എ പ്രോമിസിങ് യുവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം എൻ്റെ മനസ്സിനകത്തും ഒരു പത്രപ്രവർത്തനമായി കൊള്ളാം, അങ്ങനെ ആഗ്രഹം ഇല്ലായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ അങ്ങനെ വന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ പത്രാവതിയുടെ ജ്യേഷ്ഠൻ ഒരു ദാമോദരൻ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ട്രാൻസ്ലേറ്റർ. അദ്ദേഹം പിന്നെ കർമ്മേന്ദ്രൻ്റെ അന്ന് സിനിമയിൽ വലിയ ക്രിക്കറ്റ് ഇടയ്ക്കായിരുന്നു. ഇദ്ദേഹത്തെ കൊണ്ട് കോവളത്ത് വന്നു. കോവളത്ത് അന്ന് അച്ഛൻ, ഞങ്ങൾ കോവളത്താണ് താമസിച്ചിരുന്നുള്ള കാലം. എൻ്റെ അച്ഛൻ കോവളം കൊട്ടാരം വിചാരിപ്പായിരുന്നു. അങ്ങനെ അവിടെ വന്നപ്പോൾ ദാമോദരൻ സാറിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ദാമോദരൻ സാറിനെ കൊണ്ടുവന്ന് എന്നെ പരിചയപ്പെടുത്തി.
അപ്പോൾ ഇതൊക്കെ സാറെല്ലാം കേട്ടു. സാറിന് അപ്പോൾ അന്ന് അവിടെ നിന്ന് ഇതിൻ്റെ ആഹാരം കൊടുത്ത് കഴിഞ്ഞു. സാറ് കേട്ടൻ പറഞ്ഞു സാറ് സമതാന്നും പറഞ്ഞുകൊണ്ട് ഒരു വീക്കിലി പോലത്തെ സാരം 2-3 പേജിലുള്ള ആളുകൾ അത് ചെറിയ പയ്യനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവൻ മഴക്കാലം എടുക്കാൻ സുഖാനൊക്കെ. അപ്പോൾ ഇവൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് എടുത്ത് അവനെ സഹായിച്ചു. അങ്ങനെ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് കേരള വഞ്ചിയിൽ നിന്ന് പത്രം വന്നുകൊടുങ്ങി പോന്നു. വന്നിട്ട് ഞാൻ നീട്ടുന്നില്ല അപ്പോൾ പത്രപ്രവർത്തനം കൊള്ളാം, ഇതെനിക്കൊരു KS കൃഷ്ണൻ്റെ വിശദീകരണം ഇവിടെ കൊള്ളാം എന്ന് എഴുതി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അപ്പോൾ ഇതിനിടയ്ക്ക് ഈ മറ്റേ RSP പത്രമാണല്ലോ ഇല്ല അയാളുടെ പത്രം വേണുഗോപാലിൻ്റെ. അത് നമ്മുടെ കേരളത്തിൽ സിറ്റി ഓഫീസിന് തൊട്ടടുത്ത റൂമിലാണ് ഇട്ടിരുന്നത്. അങ്ങനെ വിജയരാഘവൻ സാറിന് എന്നെ പരിചയമായി കഴിഞ്ഞു. ബൈ ദാറ്റ് ടൈം പിന്നെ സാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാറ് പിന്നെ സാറ് എന്നോടൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ അപ്പോൾ ഇതിനിടയ്ക്ക് ഇതാകെ നിന്നു, മറ്റേ RSPയുടെ പത്രമൊക്കെ നിന്ന് കഴിഞ്ഞു. അപ്പോൾ തറയിൽ ചെല്ലുമ്പോഴുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെന്നെ ഇങ്ങനെ അതിനു മുമ്പേ PC സുകുമാരൻ നായർ പറഞ്ഞേടേ നീ എൻ്റെ ഇന്ന് പോകണ്ട, പിന്നെ മനോരമയിൽ അവർക്കൊരു ഹിന്ദുവായ ഒരാളിന് വേണം പത്രക്കാരായിട്ട്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ക്രിസ്ത്യാനിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെന്ത് ചെയ്യാനായിട്ട്, അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞ് ശരിയാക്കാം. ഒരു വർഗീസ് മറ്റു പറഞ്ഞു വരുത്താനുള്ളത്. അന്ന് ഈ പത്രങ്ങളെന്ന് വെച്ചാൽ 400 മീന പത്രം 400 കാപ്പി അവിടെ നമ്മുടെ പുതുമൂട്ടിലൊരു ഭാസ്കരൻ കടയിൽ വരും. അതുപോലെ മനോരമയുടെ ഇപ്പോഴത്തെ ഒരു ചെറിയ ഇതിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പിന്നെ ഞാൻ ശരി അത് കൊള്ളാം പരീക്ഷിക്കാം ചോദിച്ചത്. അപ്പോൾ അന്ന് ഈ പറഞ്ഞില്ല അങ്ങേര് വർഗീസ് വെളിയിൽ പോയിരുന്നു. അപ്പം തറയിൽ ചെല്ലുമ്പോഴുള്ള ഒരു ദിവസം അപ്പം ഷാലൊക്കെ ചുറ്റി ഒരു പ്രത്യേക സാധനമാണത് ചൂഷണം ചെയ്യാൻ അറിഞ്ഞാൽ അതിൻ്റെ മറ്റേ പേഴ്സണലായിട്ടുള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നില്ല. അപ്പോൾ ഒരു ദിവസം തറയിൽ ചെല്ലുമ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശ ഈ ഷാലൊക്കെ ചുറ്റിക്കുകയാണ്. എന്നെ കണ്ടിട്ട് വാടേ വാ എന്ന് പറഞ്ഞു. ഇപ്പോൾ നീ ഒന്നിനും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒന്നും ഞാൻ പത്രമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യേ ഞങ്ങളുടെ പത്രത്തിൽ വാ, ഞാൻ പറഞ്ഞു ശരിയാക്കാം എന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ കാര്യമുണ്ട് ക്ലാർക്കിൻ്റെ ശമ്പളമേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അങ്ങനെ ഇരുന്ന് ഒരു ദിവസം അപ്പോൾ ഞാനിത് CP ശ്രീധർ ആണ് മറ്റേ ക്രിസ്ത്യാനിക്ക് വരെ ബന്ധപ്പെട്ടിരുന്നത്. CP ശ്രീധർ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ CP പറഞ്ഞു ശരി ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ വരുമ്പോൾ അവരുടെ ഒരാൾ RSPൻ്റെ പരാപ്രക്കാരുടെ ഒരാൾ അടുത്ത ദിവസം വരുന്നുണ്ട്, ഞാൻ ചോദിക്കാമെന്ന് വന്നു. അടുത്ത ദിവസം വന്ന് ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്ത് ആലിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ CP വരുന്നു. CP പറഞ്ഞു KG വലിയ പ്രതീക്ഷ വേണ്ട, അയാളെങ്ങനെ ജർമ്മനിയിൽ പോയിരിക്കുകയാണ്, മറ്റേ മനോരമയുടെ അകത്തെ അയാൾ വന്നിട്ടേ എന്തെങ്കിലും തീരുമാനിക്കുകയുള്ളൂ, വേറെ വല്ലതും കിട്ടിയാണെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. എന്ന് CP ഭഗവാൻ പറഞ്ഞു ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ, ഇവരെന്തെങ്കിലും ആശ്രയിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പോയി. ഞാൻ സത്യത്തിൽ ഇനി എന്ത് ഒരു പ്രതീക്ഷ സകലമോ അസ്തമിച്ച് ഞാൻ ആ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജിലാൽ സാറിങ്ങനെ സാറിനെ കേട്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ജിലാൽ സാറിനെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ പിന്നെ പ്രസ് റൂമിൽ പോയി പ്രസ് ലീസൊക്കെ എടുത്ത് കൊണ്ടുവരും ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ എന്നെ കണ്ടപ്പോൾ KG ഞാൻ അന്വേഷിച്ചിരിക്കുകയാണ് ഇതുപോലെ. ഞാൻ പറഞ്ഞു അന്വേഷിച്ച് ഞാനിപ്പോൾ കോളത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നും കോളത്ത് പോയില്ലേ, കോളത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യും ഇപ്പം തന്നെ. അപ്പോൾ മണി 5 ആയി, വൈകുന്നേരം 5 ആവുന്നു. അപ്പം ഇപ്പം തന്നെ പോയി പേട്ടയിൽ പോയി മണിയെ കാണണം, ഒരു കാര്യം പറയും. നമ്മൾ എന്ത് കാര്യം ഇപ്പോൾ പറയാൻ നോക്കില്ല, അതൊക്കെ കാര്യം പറയുന്ന കാര്യം നിരസിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ CT ബസ്സിൽ കയറി അവിടെ ചെന്നപ്പോൾ ഇരട്ടി. അന്ന് പിന്നെ മൃഗാലയം ഗോവിന്ദപിള്ള സാറ് ഉണ്ടല്ലോ, ഗോവിന്ദപിള്ള സാറ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോവിന്ദപിള്ള സാർ ഇറങ്ങി. ഞാൻ അകത്തോട്ട് പോയപ്പോൾ എനിക്കൊരു ഭയമായിരുന്നു. ഞാൻ വെളിയിൽ നിന്നു ഗോവിന്ദപിള്ള സാർ ഇറങ്ങി വന്നു. അപ്പോൾ സാറുമായിട്ട് ഞാൻ വേറൊരു ബന്ധമുണ്ട്, അതിപ്പോൾ പറഞ്ഞാൽ നീണ്ടുപോകും. സാറ് ഒരു ഫിലിം എടുക്കാനൊക്കെ ശ്രമിച്ചപ്പം ഞാൻ അങ്ങനെ സാറിൻ്റെ മകനെ വീട്ടിൽ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ ഇന്ന് നിൽക്കണ്ട, ബാലകൃഷ്ണനായിട്ട് മണി പോയിരിക്കുന്നത്, ക്ലബ്ബിൽ പോയിരിക്കുകയാണ്, ഇനിയിപ്പോൾ നാളെ രാവിലെ കിട്ടുള്ളൂ സാറ്. അങ്ങനെ ശരിയല്ല, കുറച്ച് സമയം കണ്ടാവും. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ബസ് കോളത്തേക്ക് ഞാൻ അപ്പം തന്നെ കയറി പോയി. പിറ്റേ ദിവസം രാവിലത്തെ ബസ്സിൽ ഞാൻ പേട്ടയിൽ വന്നു. അപ്പോൾ ഞാൻ കേരളയിൽ വന്ന്, അപ്പോൾ അന്ന് കേരളയിൽ വീട് 10 വീട് അകത്താണല്ലോ. അപ്പോൾ
ഞാനങ്ങ് അകത്ത് കയറി ചെന്നപ്പോൾ വേണിൻ്റെ അല്ല മണിയുടെ അമ്മ ഇറങ്ങി വന്നു. എന്താ അത് ഞാൻ പറഞ്ഞു, മണി സാർ എന്നെ കാണുന്നത് പറഞ്ഞിരിക്കുകയാണ്, അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ഒന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം നേരം വെളുത്തതേ ഉള്ളൂ. അപ്പം ചെന്ന് കുറച്ച് കഴിഞ്ഞ് അമ്മ എന്ന് പറഞ്ഞു, ഞാൻ അകത്ത് കയറിച്ചല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വലിച്ച് മുറി കിടന്ന് ഉറങ്ങിയിട്ട് എഴുതിയിരിക്കുകയാണ് മണി സാറ്. അപ്പോൾ 2 കെട്ടൻ കാപ്പി കൊണ്ടുവന്നു. ഒന്ന് എനിക്ക് മണി കുടിച്ച് കഴിഞ്ഞിട്ട് വേണം. പിന്നെ മണി പറഞ്ഞ് കെ ജി വേറെ ഒന്നുമല്ല, പിന്നെ വിജയനാഥ് സാറിനെ സഹായിക്കാൻ ഒരാൾ വേണം. അത് നോക്കിയപ്പോൾ കെ ജിയുടെ പേരാണ് വിജയനാഥ് സാർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ നിരസിച്ചില്ല. കെ ജിയുടെ പേരാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് വിരോധമില്ലെങ്കിൽ നാളെ വന്ന് അറ്റൻഡ് ചെയ്യാൻ വേണമെന്ന്. ഞാൻ വിരോധമില്ലെന്ന് എൻ്റെ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശരി, നാളെ രാവിലെ വന്നു പറഞ്ഞു. കാപ്പി കുടിച്ചിട്ട് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം എൻ്റെ ആളിനാളവിടെ ഓർഡർ പോസ്റ്റിംഗ് ഓർഡർ എഴുതി. കെ ജി പരമേശ്വരൻ നായരെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. കെ ജി പരമേശ്വരൻ ഇപ്പം ഞാനും മറ്റേ ജാതിയാണെന്ന് വിചാരിച്ചിരിക്കുക ഒരു വിഷയം അന്നത്തെ കാലമില്ലേ. അപ്പോൾ കെ ജി പരമേശ്വരൻ അപ്പേൻഡാസ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് വിജയനാഥൻ സാറിന് കൊടുത്തേ കൈ കൊടുത്താൽ മതി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത പത്രായിരത്തെ കണ്ട് പറഞ്ഞോട്ട് പറഞ്ഞു. അച്ഛനെ കാണുന്നത് അച്ഛൻ്റെ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ അത്യാവശ്യമാണ് കാര്യം. അപ്പുറത്ത് ബാലനുണ്ട്, ബാലനെ കണ്ട് പറഞ്ഞു. പിന്നെ പോയിരിക്കാൻ നോക്കുമോ? ഞാൻ ഇപ്പോൾ തൊട്ടടുത്ത ഇന്ദിര ഉണ്ടല്ലോ റൂമിലായി. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇരുന്ന് എഴുതിയാണ്. മുൻവയസ്സ് ഒരു ഗ്ലാസ് പിപ്പില്ലിയസ് ഇരിപ്പുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കൈ കാണിച്ച് അവിടെ ഇരിക്കാൻ. ഞാൻ അവിടെ വലിയ ഭംഗിയിലിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ എഡിറ്റോറിയൽ എഴുതി പറഞ്ഞ് വാട്ട് ബ്രോട്ട് യു ഹിയർ. അപ്പോൾ ഞാൻ പറഞ്ഞു സംഭവം ഞാൻ പറഞ്ഞു ആർഡർ കാണിച്ചിട്ട് കൺഗ്രാജുലേഷൻ, നിങ്ങളുടെ കേസ് എൻ്റെ അടുത്ത് വന്നതാണ്, ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പഠിച്ചു. എന്താണെന്ന് അറിയാമോ? നമ്മൾ ഐ ഡോണ്ട് നോ. അപ്പോൾ നിങ്ങൾ എൻ്റെ കീഴിൽ ജോലി ചെയ്ത ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോൾ സംഗീതമല്ല, അന്ന് വേണുഗോപാലിനെ കേരളത്തിൽ കെട്ടാൻ മണിയെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പറ്റിയത്. അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ പ്രസിഡൻസ് ആർഡർ കൊണ്ട് നേരെ നമ്മുടെ സിറ്റി ഓഫീസിൽ വന്നു. സ്റ്റാച്യൂവിൽ സാറ് ഉണ്ണഴിക്കാൻ പോയി കഴിഞ്ഞു. പിന്നെ അകത്ത് മുകളിലോട്ട് കയറിയപ്പോൾ അന്ന് കേരളം എനിക്കൊരു വേറെ ഒരു പേര് ഞാൻ മറന്നുപോയി. ഇത് വയസ്സിലുണ്ടായിരുന്നു. 10-40 കൊല്ലമായിട്ട് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ദിവസവും ആഫീസിൽ വരും. വന്നാൽ പിന്നെ അടുത്ത സംഭവമാണെങ്കിലും വന്നു കഴിഞ്ഞാൽ വാർത്തയൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ ഇതിൻ്റെ കെസറ്റ് എടുത്ത് വെച്ച് അതിൽ നിന്ന് വാർത്ത കൊടുത്ത് കഴിക്കുകയാണ്. ഗോലവെള്ള എന്നാണ് പേര്. വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടാൻ പോയി ഇറങ്ങി വരെയാണ്. 10-40 കൊല്ലമായിട്ട് കേരളത്തിൽ അവിടെ ജോലി ചെയ്തു. അപ്പോൾ ഞാനിത് കാണിച്ചപ്പോൾ അങ്ങനെ മുഖം അങ്ങ് വാണി ദാറ്റ് മീൻസ് ഐ മസ്റ്റ് ഗോ. ഞാൻ എൻ്റെ സാറേ അങ്ങനെ പറയുന്നത്. അങ്ങനെ അതാണ് എൻ്റെ തുടക്കം. പത്രപ്രവർത്തകരുടെ തുടക്കം അതാണ്. അത് കഴിഞ്ഞ് പിന്നെ വലിയ കുഴപ്പമില്ല. എനിക്ക് വലിയ പ്രോത്സാഹനം പണിയിൽ നിന്ന് കിട്ടി, വിജയൻ സാറിൽ നിന്ന് കിട്ടി. പത്രപ്രവർത്തനം എന്നാൽ എന്താണ് എന്നുള്ള അങ്ങനെ ക്ലാസ്സൊന്നും എടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ കൂടുതൽ ജോലി ചെയ്തപ്പോൾ പത്രപ്രവർത്തനം എന്താണ്, അത് എങ്ങനെ വേണം, എന്ത് വേണം എന്നുള്ള ഒരു ധർമ്മം എന്താണെന്നുള്ളത് ഞാൻ പക്ഷേ മാട് പോലെ ജോലി ചെയ്യുകയാണ് വിജയൻ സാറ്. അതാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പിന്നെയാണ് ഏത് ജോലി ചെയ്യാൻ പത്രപ്രവർത്തകർ ബന്ധമുള്ള ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു. ഇതാണ് എൻ്റെ പത്രപ്രവർത്തനം തുടക്കം. ഒരു NGO സമരം നടക്കുമായിരുന്നു, ഉദ്യോഗസ്ഥന്മാരുടെ. 50 ദിവസമായിട്ട് ഞാൻ നടക്കുകയാണ്. ഈ 50 ദിവസവും പിന്നെ ഇവിടെ തമ്പാനിൽ പൊതുയോഗം ഉണ്ടായിരിക്കും. മിക്കവാറും പോകുന്നത് EMS ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 8-10 ദിവസമായപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ് മണി പറഞ്ഞു അവിടെ EMS പ്രസംഗിക്കുന്നുണ്ട്, പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ 15 ദിവസമായിട്ട് അത് തന്നെയാണ് ഒരേ കാര്യത്തിലാണ് സംസാരിക്കുന്നത്, നീ എഴുതിയിടാൻ പോകണം, അത് നിങ്ങൾ അറിയണ്ട, പോകണം പോയൊക്കെ ഉള്ളൂ. ഞാൻ പോയിൻ്റ് വന്ന് അവിടെ ചെന്ന് എഴുതി കൊണ്ടുവന്ന് ഒന്നിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നെ സാറിനായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സാറിന് വലിയ കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് അവസാനവരോട് വലിയ കാര്യമായിരുന്നു. പുള്ളി അവിടെ കോട്ടയ്ക്കകത്ത് ആളുകൾ കെട്ടിടം വെച്ച് താമസിക്കുന്നത് അവിടെ അപ്പോൾ സാറിൻ്റെ ഭാര്യയും വലിയ ആയിരുന്നു. സാറിന് പ്രതീക്ഷിക്കാത്തുള്ള അറ്റാക്ക് വന്നു. അത് വലിയൊരു ഷോക്കായിപ്പോയി. സാറിൻ്റെ കൂടെ നമ്മുടെ സ്റ്റാച്യൂവിൽ ഓഫീസിൽ ഇരുന്നത് സാറിൻ്റെ കൂടെ സാറ് ക്ലാസ് എടുക്കുകയല്ല എനിക്ക്. സാറ് ഇരുന്ന് എഴുതിയിട്ട് ആദ്യത്തെ എന്നോട് വായിക്കാൻ പറയും. അപ്പോൾ അത് വായിച്ച് കഴിയുമ്പോഴേ
പത്രപ്രവർത്തനം ഒരു വാർത്ത കിട്ടിയാൽ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു 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 ഏകദേശ രൂപം ആ സാറിൻ്റെ രേഖകളിൽ നിന്ന് കിട്ടും. എനിക്കത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റോറി ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡെയിലി എന്നുള്ള ഒരു അവിടെ പേട്ട ഓഫീസിലുണ്ടായിരുന്നു. ഞാൻ ഫോണിൽ പൊളിറ്റിക്കൽ സ്റ്റോറി പറഞ്ഞു കൊടുക്കും, അയാൾ എഴുതിയെടുക്കും. അപ്പോൾ അയാൾക്ക് തന്നെ ഇപ്പോൾ ഇത് കാരണം അതൊരു പ്രയോജനം വെച്ചാൽ ഒരു വരി 2 വരിയോ പറയുമ്പോൾ അവിടെ എഴുതുമ്പോൾ എനിക്ക് അടുത്ത വരി ഓർമ്മിക്കാൻ സാധിക്കും, എങ്ങനെ വേണമെന്നുള്ളത് സാധിക്കും. അത് രാജേഷ് എന്നാണ് മറ്റാണ് അയാളുടെ പേര്. അയാൾ എന്നെ പറഞ്ഞു എങ്ങനെ സാറെ സമ്പാദിക്കുന്നത്? ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്ക് വിജയ സാറിൽ നിന്ന് കിട്ടിയ ഒരു കഴിവാണ്. പിന്നെ പൊളിറ്റിക്കൽ സ്റ്റോറികൾ പിന്നെ അസംബ്ലി ഉള്ളപ്പോൾ പിന്നെ വിശേഷമാണ്. അസംബ്ലിയിൽ ഞങ്ങളുടെ അടുത്തിരിക്കും സാറ് ഒരു 2 പ്രസംഗം നടക്കുകയാണെങ്കിൽ ആദ്യം ഒരു പ്രസംഗം സാർ നോട്ടെടുക്കും. സാർ ചിലപ്പോൾ അവിടെ ഇരുന്ന് തന്നെ ഫുള്ളങ്ങ് എടുക്കും, ഇങ്ങനെയാണ് എഴുതും. എന്നിട്ട് അടുത്ത പ്രസംഗം വരുമ്പോൾ എന്നോട് എഴുതാൻ പറയും. എന്നിട്ട് ഞാനത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സാറെന്ത് ചെയ്യും, സാറ് എടുത്തല്ലോ എൻ്റെ ആദ്യത്തെ പ്രസംഗം എൻ്റെ ഫെയർ കാപ്പി എഴുതുന്നു. ഞാൻ എഴുതുന്നതിൻ്റെ കാപ്പിയുടെ നോട്ട് എഴുതി വയ്ക്കും. അപ്പം അതിനകത്ത് ഒന്നും കളയാൻ പറ്റില്ല. അതെല്ലാം അപ്പോൾ ഓഫീസിൽ എഴുതുമ്പോൾ ഇത് വിട്ടുപോയി എഴുതോട് ചേർക്ക് എന്ന് പറഞ്ഞ് ഞോടി. അതുപോലെ ഞങ്ങൾ പേട്ട ഓഫീസിൽ പോകും. ഇപ്പോൾ 7 മണിക്ക് തീരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് സാറ് എഴുതിരും. ഞാൻ കുഞ്ചു ഫോറം എന്ന് പറഞ്ഞാൽ നോക്കില്ല, ഇങ്ങനെ ഞങ്ങൾ അടികൾ തുടങ്ങിയാൽ നോക്കില്ല സാറിന് മുക്ക് വലിയ നാളെ പറഞ്ഞ് കൊടുത്തില്ലെങ്കിൽ വേണ്ടെന്ന് പറയും. കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം 10 ഇറങ്ങി വരും. 10 അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. വന്നിട്ട് പിന്നെ തലേദിവസം രാത്രി 10 ഇറങ്ങാൻ അതറിയാമോ? തലേദിവസം രാത്രി 10 ഇറങ്ങാൻ താമസിച്ചാൽ മൂപ്പിലാഞ്ഞ് താഴെ ഇറങ്ങി വരും. വന്നിട്ട് കുഞ്ഞ് പുറമേനെ വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ നാളെ കരയ്ക്ക് പോകും. പിറ്റേ ദിവസം വരുമ്പോൾ 10 രൂപ എടുത്ത് കുഞ്ഞ് പുറമേന് കൊടുക്കും. ഇന്നലെ ഞാൻ തന്നെ അത് കുഞ്ഞ് പുറമെന്നിട്ട് പറഞ്ഞ കാര്യമാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ സമയത്ത് ഞാൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുമ്പോഴേ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് പ്രസംഗങ്ങൾ അതുപോലെ അവരോട് ഫോളോ ചെയ്ത് പോകാൻ പ്രയാസമുണ്ട്. നോട്ട് എഴുതി വയ്ക്കും, പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ ആലോചിച്ചിരുന്ന് എഴുതിയാണ് പതിവ് ചെയ്യുന്നത് നിയമസഭയിൽ. പിന്നെ നിയമസഭയിൽ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. നിയമസഭയിൽ ആദ്യമായിട്ട് ഡൈസ് കയറി അടിച്ചത് നിയമസഭയിൽ ഉള്ള റിപ്പോർട്ടിങ്ങിൽ എനിക്ക് ഏറ്റവും പിന്നെ ചെയ്യേണ്ടി വന്നൊരു സംഭവമാണ്. അധ്യക്ഷ വേദിയിൽ കയറി ചില പിന്നെ മെമ്പർമാർ പാരാഗ്രാഫുകൾ കാണിച്ചത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുമ്പോഴേ വെളിയിലെ ഒരു ജാഥ എന്തോ നടന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ. അതിനകത്ത് ലാത്തി ചാർജ് നടന്നു. അപ്പോൾ പ്രസ് റൂമിൽ അല്ല നിയമസഭയിൽ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു മെലിഞ്ഞൊരു മെമ്പർ ഇസ്മയിൽ എന്നിട്ടുള്ള പേര് പിന്നീട് അയാൾ ഇറങ്ങി വന്ന് അയാൾ പോയിൻ്റ് ഓഫ് ഓർഡർ ചോദിച്ചു. അപ്പോൾ അന്ന് ദാമോദരൻ പോറ്റിയായിരുന്നു സ്പീക്കർ. പോറ്റി പറഞ്ഞ് ഇത് ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യം, ഇതിനെപ്പറ്റി പോയിൻ്റ് ഓഫ് ഓർഡർ പറ്റില്ല, പോയിൻ്റ് ഓഫ് ഓർഡർ ചെയ്യണം നേരത്തെ എഴുതി തരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചില ഒഴിവൊഴി പറഞ്ഞു. ഉടനെ കൊടുത്തില്ല. കുറച്ച് ഇപ്പോൾ ഇതിനിടയ്ക്ക് പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർമാരെല്ലാം കയറി യാത വിളിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ മുമ്പിൽ നവരം പറ്റി ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് താഴെ നിന്ന് കുറേ പേര് മുകളിലോട്ട് ചാടിക്കയറി പിന്നെ സ്പീക്കറുടെ മുമ്പ് ഇരുന്ന കസേര ഇത് പേപ്പറൊക്കെ വലിച്ച് ദൂരെ കഴിഞ്ഞ് പിന്നെ ബൈക്ക് വലിച്ചോടിച്ച് ഒരു വലിയ പരാക്രമം. അന്ന് വരെ കാണാത്തത്, എന്തെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷിക്കാത്തതുമായ ഒരു സംഭവം ആയിരുന്നു അത്. എല്ലാവരും നമ്മൾ സ്പെൽ ബൗണ്ട് എന്ന് പറയില്ലേ, അതുപോലെ സഭ സ്പെൽ ബൗണ്ടായിരുന്നു, നിർനിമേഷം നോക്കിയിരുന്നു പോയി. അപ്പോൾ ഒരു ഘട്ടം വന്നപ്പോൾ ഈ മോളിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയില്ല, സ്പീക്കറെ അടിക്കുമോ എന്നുള്ള വരുന്നു. അദ്ദേഹം ഭയവികലനായി എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് പോകുന്ന വഴിക്ക് ഇന്നത്തെ സഭ പിരിഞ്ഞിരിക്കുന്നു എന്ന് പുറകോട്ട് കൈ കാണിച്ച് പറഞ്ഞിട്ടാണ്. അതാണ് ഒരു സംഭവം ഉണ്ടായത്. അത് പിന്നെ അന്ന് ബഹളം ഉണ്ടാക്കിയ 4 പേരെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യം. പിന്നെ നിയമസഭയിൽ ആദ്യമായിട്ട് രാത്രി സജ്ജീകരണം ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പീക്കറെ അക്കം പുരുഷത്ത് അദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ്. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ പിന്നെ മെമ്പർമാർക്ക് അർഹമായ സമയമുണ്ട് പ്രസംഗിക്കാൻ കഴിയുമ്പോൾ
പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ സമയം തീരാറായി എന്നറിയുമ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് യേസ് എന്ന് വിളിക്കും എന്ന് വെച്ചാൽ സമയം തീരാറായി പോയി എന്നുള്ളതാണ്. പിന്നെ ആണ് നല്ല സ്പീക്കറായിരുന്നു അങ്ങനെ. പെട്ടെന്ന് വഴി പിന്നെ മെമ്പർമാർക്ക് വഴിയും കൊടുക്കില്ല. ഇരിക്കുമ്പോൾ അന്ന് ഓർഡിനൻസ് പുറപ്പെടുവിച്ചാൽ പിന്നെ നിയമസഭ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനകത്ത് 6 ദിവസത്തിനകത്ത് വേണമെന്നുണ്ട്. അതല്ലെങ്കിൽ 6 മാസത്തിനകത്ത് നിയമസഭ വേണ്ടത്. അപ്പോൾ ഇത് ചിലപ്പോൾ അത് ലാപ്സായി പോകുമ്പോൾ അടുത്ത കൊല്ലം പിന്നീട് ഒരു പുതിയ ഇതിൻ്റെ പാസ്സായി പോയതിൻ്റെ തന്നെ കൊണ്ടുവരും, കൊടുക്കും, പാസ്സാക്കും. പിന്നെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു തവണ സുധീരനെ അനുവദിക്കാൻ പറ്റിയില്ല. ഓഡിയൻസ് പിന്നെ ലാപ്സാവുന്ന ഓഡിയൻസിൻ്റെ പകരം പിന്നെ അടുത്ത ഓഡിയൻസ് കൊണ്ട് നോക്കില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പകരം നിയമം കൊണ്ട് തന്നെ വേണം. അങ്ങനെ വളരെ കർക്കശമായിട്ടൊക്കെ സംസാരിക്കും. ആ ഒരു കേസിൽ കരുണാകരനെയും കുറച്ച് കുറ്റി പറഞ്ഞു. സാറിന് കരുണാകരനെ സുധീരനുമായിട്ട് ഉടക്കലായിരുന്നു. അപ്പോൾ ഏതോ ഒരു നിയമസഭ അല്ല മന്ത്രിസഭ പുനഃസംഘടിക്കേണ്ടി വന്നപ്പോൾ സുധീരൻ്റെ കൊടുത്തില്ല, സുധീരൻ്റെ ചാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. കരുണാകരൻ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ നല്ല മുഖ്യമന്ത്രിയൊക്കെ തന്നെയാണ്. പിന്നെ പത്രക്കാരോടൊക്കെ സ്നേഹമുള്ള ആളായിരുന്നു ഒക്കെ തന്നെ. പിന്നെ ക്യാബിനറ്റ് കഴിഞ്ഞ് ബ്രീഫിംഗ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ബ്രീഫിംഗ് സമയത്ത് ഇന്നത്തെ പോലെയുള്ള വലിയ തിരക്കില്ല ധനമുണ്ട് സമയത്ത് ചില ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണമല്ലോ. ചിലത് പറയാൻ അസൗകര്യമുള്ള മറുപടി വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണിറി കാണിച്ചിട്ട് വേറെ ആരെങ്കിലും വിഷയം എടുത്ത് ഇട്ടിട്ട് വിടും. അങ്ങനെയൊക്കെയുള്ള സൂത്രം ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ അതിൻ്റെ നക്ഷൽ അല്ല പിന്നെ രത്നചുരുക്കം എന്ന് പറയാം. രത്നചുരുക്കം നമ്മുടേതായിട്ട് അവലോകനത്തിൽ കയറ്റിയുള്ളൂ. ഈ അവലോകനം ഉണ്ടാകുന്നതിനൊരു കാരണമുണ്ട്. ഈ അവലോകനം കൊണ്ടുവന്നത് മനോരമയിലെ സുമാറാണ്. കാരണം കേരളത്തിലേക്ക് പിന്നെ ലേറ്റായിട്ട് വരുന്ന വാർത്തകൾ അന്ന് തന്നെ കൊടുക്കാൻ സാധിക്കും. മനോരമയ്ക്ക് അത് പറ്റിയില്ല. മനോരമയ്ക്ക് പിറ്റേ അത് നോക്കിയാണ് കൊടുക്കാൻ. മനോരമയ്ക്കത് മാതൃഭൂമിക്കത്. അപ്പോൾ ആ അവസരത്തിലാണ് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് KR ചിമ്മാർ മനോരമയായിരുന്നു തിരുവനന്തപുരത്തിരുന്നു. അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹമാണ് ഈ അവലോകനം തുടങ്ങിയത്. അത് പിന്നെ മറ്റുള്ള പത്രക്കാരും സ്വീകരിച്ചു തുടങ്ങി എന്നുള്ളതുള്ളൂ. പക്ഷേ അത് പ്രയോജനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വിജയരാഘവൻ സാറിന് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഉണ്ടല്ലോ സാറിൻ്റെ. രാഷ്ട്രീയം എന്താണ് എന്ന് പറയുന്നതുള്ളതുകൊണ്ട് സാറിന് അത് അറിയാൻ വ്യാഖ്യാനം ചെയ്യാൻ പറ്റും. ഒരു രാഷ്ട്രീയത്തിൽ വന്ന ആളല്ലേ. പക്ഷേ എന്ത് ചെയ്യാൻ, നേരത്തെ പോയി. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിലർ കാട് കയറി പ്രസംഗിക്കും. അത് സ്വീകരിക്കാൻ പോകല്ലോ. പ്രസംഗത്തിൽ മെമ്പർമാർ പ്രസംഗിക്കുന്നതിനകത്ത് നല്ലതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസംഗം അത് കൊടുക്കും. അത് ഒരു ഉദാഹരണം പറയാം. പിന്നെ ഒരു അവസരത്തിൽ ഇലക്ഷൻ കുറേ കാലം നിയമസഭയിലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് നിയമസഭ കൂടിയപ്പോൾ മണിസാർ പറഞ്ഞു നമുക്ക് ജൂനിയർ മെമ്പർമാരുടെ പ്രസംഗങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ചുരുക്കാൻ വേണ്ട എല്ലാം ഒരു 2-3 ഹെഡിങ് വരത്തൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവരോട് ഓരോ ചെറിയ പടവും കൂടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തു നമ്മൾ. അടുത്ത് അത് കഴിഞ്ഞപ്പോൾ സാറ് തന്നെ പറഞ്ഞത് നമ്മൾ ഈ ട്രിക്ക് എടുത്തുകൊണ്ട് അന്ന് നമുക്ക് സർക്കുലേഷൻ കൂടി 10,000 കാപ്പി നമുക്കന്ന് കൂടി എന്ന് പറഞ്ഞു. അത് പുതുമുഖങ്ങളല്ലേ, പുതുമുഖങ്ങൾക്ക് അവരുടെ പിന്നെ പേര് വരുന്നു, പത്രത്തിൽ വരുന്നു, പിന്നെ അവരുടെ ഫോട്ടോ വരുന്നു, ഇതെല്ലാം കൂടെ ആയപ്പോഴും കുറേ പിന്നെ നാട്ടിൻപുറത്തൊക്കെ ചെന്നിട്ട് നമ്മുടെ MLA സംസാരിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരും ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നു പോകുമ്പോൾ പത്രത്തിൻ്റെ സർക്കുലേഷൻ കൂടി. സാർ പറഞ്ഞാൽ എനിക്ക് 10-14 സർക്കുലേഷൻ കൂടി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങളുണ്ട്. ന്യൂസാണ് സംഭവങ്ങൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞില്ല, ഞാൻ കയറി ഡൈസ് കയറി അടിച്ചില്ലേ, അത് അവർ നമ്മുടെ ഓഫീസിൽ നിന്ന് പറയാതെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. അതൊരു പിന്നെ EMS നേതൃത്വത്തിൽ ഒരു ദിവസം രാത്രി സത്യാഗ്രഹമായിരുന്നില്ലേ, അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് പ്രത്യേകമുണ്ട്. പിന്നെ പ്രസംഗങ്ങളിൽ വരുന്ന പശികകൾ അത് പറയാം. മണി ചാർജ് എടുത്തതിന് ശേഷമാണ് MS മണി ചാർജ് ഓഫീസ് ചാർജ് ഒരു ദിവസം പിന്നെ ഒരു റിപ്പോർട്ട് ഇടുക്കിയിൽ നിന്ന് മറ്റോ വന്നു. ഇടുക്കിയിലെ ഒരു നദിയുണ്ട്. ആ നദിയിൽ
അപ്പോൾ അത് നദിയുടെ അക്കരക്കര ആദിവാസികളും ഇക്കരക്കര അല്ലാത്തവരുമൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം ഇതിൽ മഴ സമയത്തൊക്കെയാണ് ആദിവാസികൾ ഒരു 10-30 എണ്ണം ഒഴുകിപ്പോയി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപ്പം മണി ഇങ്ങനെയുള്ള വാർത്തകളുടെ വലിയ ആവേശമാണല്ലോ. ഉടനെ എന്നെയും NRSനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങളിപ്പോൾ പോകണം, അവിടെ പോയിട്ട് എന്താ സംഭവിച്ചെന്ന് നോക്കി റിപ്പോർട്ട് എഴുതണം, എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് വിശ്വംഭരൻ അതിനകത്ത് കോട്ടയത്ത് പോകണം. കോട്ടയത്ത് വിശ്വംഭരൻ എന്ന് പറഞ്ഞ ആളായിരുന്നത്. വിശ്വംഭരനെ കണ്ടിട്ട് വിശ്വംഭരൻ അവിടുത്തെ സാറിനെ കൂടെ സഹായിക്കും, നിങ്ങൾ അങ്ങ് പോകണം എന്ന് പറഞ്ഞു. അത് മണിക്കൊന്ന് ഇല്ല NRSന് കേൾക്കാത്ത താമസം. ഞങ്ങൾ ബാലകൃഷ്ണനുണ്ട്, ഫോട്ടോഗ്രാഫർ, ബാലകൃഷ്ണനുണ്ട്. നേരെ കുറച്ച് കാശും തന്നിട്ടുണ്ട്, അത് ബാലകൃഷ്ണൻ തന്നെ ഏൽപ്പിച്ച്. അന്ന് ആറ്റയ്ക്ക് വന്ന് ഒരു ഹോട്ടലിൽ കയറി ഇറച്ചിയും പൊറോട്ടയൊക്കെ അടിച്ചിട്ട് കാറിൽ ഡ്യൂട്ടി വന്നു. എന്നവിടെ ചെന്ന് പിന്നെ ചെന്നപ്പോൾ വിശ്വംഭരൻ പറഞ്ഞു പ്രയാസമായിരിക്കും, അതിൽ പോകണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല. ആരും വിജനമായ സ്ഥലം, പിന്നെ രാത്രിയാണ് പോണത് അവിടെ ചെന്നത്. പിറ്റേ ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്ന് അവരെ വള്ളങ്ങളെല്ലാം മുക്കിയിട്ടിരിക്കുകയാണ്, എടുക്കില്ല, പേടിച്ച് മുക്കിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു ആദിവാസിയും കിട്ടിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം, മുകളിൽ ചെന്നിട്ട് പിന്നെ അവിടെ രാജകുമാരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചും പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു തന്നെ ഇന്ന് ഒരു വള്ളം അവർ എടുക്കില്ല, വെള്ളം മുക്കിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ആവശ്യം പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ജീപ്പ് പോവും ഇതിൻ്റെ മുകളിൽ, അത് 10-30 പേരെ കയറ്റിയാണ് പോണത്. അപ്പം NRS പറഞ്ഞാൽ ഞങ്ങൾ 30 രൂപ തന്നേക്കാം, പക്ഷെ വേറെ ആരെയും കയറ്റാൻ പാടില്ല, ഞങ്ങൾ 3 രൂപ തന്നേക്കാം. അങ്ങനെ പോയി അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ. അപ്പം പിറ്റേ ദിവസം രാത്രി ഞാൻ ഓഫീസിൽ നിന്നിരിക്കുമ്പോൾ സാറ് ചോദിച്ച് നിങ്ങൾ ഇവിടെ പോയത് എങ്ങനെ? ഞങ്ങൾ ബസ് ഇതുകൊണ്ട് കാറ് വന്നിരുന്നു. ഏതിലേ പോയത്? പിന്നെ അവിടെ ഒരു സ്ഥലമുണ്ട്, കാട്ടിനടിയിൽ കൂടെ പോകുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ പോയതിൻ്റെ അപകടത്തിലായിരുന്നു. അത് രാത്രി ആന ഇറങ്ങും, നിലാവുള്ള പൊഴിയാണിത്. അതിന് എന്തൊരു പേര് പറഞ്ഞ് ആ വഴിക്ക് രാത്രി ആന ഇറങ്ങും. ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞാൽ പിന്നെ മണി എന്നെ വിടുമോ, നിങ്ങൾ പോവില്ലല്ലോ, പേടിച്ച് പോവില്ല അവിടെ. അങ്ങനെ ഒരു തമാശ ഉണ്ടായിരുന്നു. അക്കം പുരുഷോത്തമൻ ധനകാര്യമന്ത്രിയായിരിക്കുന്നപ്പോൾ അദ്ദേഹമായിട്ട് ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. തമാശ ആയിരുന്നു അത്, അത്രയേ ഉള്ളൂ. അതായത് ഞാനൊരു പുസ്തകം എഴുതി, നിയമസഭ ചരിത്രം ധർമ്മം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ചെയ്യാനായിട്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയി. അന്ന് അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരിക്കുന്നതിൽ സ്പീക്കറിൻ്റെ സ്ഥാനത്ത് വിട്ടുവീട്ടിൽ പോയിട്ടില്ല, അങ്ങനെ എന്തുകൊണ്ട്. അപ്പോൾ പണ്ട് സ്പീക്കറുടെ വീടാണ് കിട്ടിയത് അതേ രീതിക്ക്. അപ്പോൾ ഞാൻ ചെന്നു പിന്നെ അപ്പോൾ ഒരു ടീപ്പായി ഇങ്ങനെ കിടപ്പുണ്ട്, അതിൻ്റെ അപ്പുറം ഇപ്പുറം ഞങ്ങൾ കസേരയിട്ട് ഇതിന് ചായയൊക്കെ തന്നു കുടിച്ചു. ഇയാളിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നു. അന്ന് ഞാൻ കേരളത്തിൽ വിട്ടാണ് അതിന് ലേഖനങ്ങളൊക്കെ എഴുതി കൊടുക്കും. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, എൻ്റെ സ്റ്റാഫിൽ വരുത്തും മോശം കേജി വാ, വല്ലതും 10-15,000 രൂപ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ചായ കുടിച്ചുകൊണ്ട് ഈ കപ്പ് ടീപ്പായിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പുറത്ത് സാറ് ഇപ്പുറത്ത് ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ കപ്പ് ഇങ്ങനെ കളിച്ചിരുന്നു. ഇയാൾ കുറേ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, എൻ്റെ പിന്നെ ഇയാൾ എന്തോന്ന് ചെയ്യുന്നത് പറ. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഞാൻ ചോദിച്ചു. നമ്മളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അതെന്താ ചോദിക്കാതിരിക്കുന്നത്? ടീപ്പായിട്ട് അപ്പുറത്ത് ഞാനും ഇപ്പുറത്ത് ഞാനും അല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്റ്റാഫിനകത്ത് ഞാൻ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ വന്നിരിക്കാൻ പറ്റുമോ ചോദിച്ചു. എന്തോന്ന്? അല്ല, നിങ്ങളുടെ സ്റ്റാഫ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് ആലോചിച്ച് ഇയാൾ മോശമല്ലല്ലേ? അവൻ മോശമായിട്ടുള്ളതല്ലേ? അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പത്രപ്രവർത്തകർക്ക് ഞങ്ങൾക്കൊരു വിലയുണ്ട്, അത് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ്. അങ്ങനെ വലിയ സന്തോഷമായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒരു സംഭവം, ഒരു ദിവസം ഞാൻ സിറ്റി ഓഫീസിൽ നമ്മളിരിക്കുമ്പോൾ വളരെ പ്രാകൃതമായ ഒരു മനുഷ്യൻ കയറി വന്നു. വളരെ പ്രാകൃതം. അപ്പം ചോദിച്ചത് സാറേ പിന്നെ ഞാൻ എൻ്റെ കണ്ണാശുപത്രിയിൽ നിന്ന് വരികയാണ്, അവൻ എന്ത് വേണം? ഞാൻ വല്ല വാർത്തയും കൂടെ അല്ല, എൻ്റെ ഭാര്യയുടെ കണ്ണ് മാറി ഓപ്പറേറ്റ് കീറിക്കളഞ്ഞു, അതുകൊണ്ട് പിന്നെ ഒരു നിവൃത്തിയില്ല, എനിക്ക് ഞാൻ പാവമാണ്, ഒന്നും നിവൃത്തിയില്ല, അല്ലെങ്കിൽ മന്ത്രിമാരാരെയും കണ്ടിട്ട് വല്ലതും സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറയണം പറഞ്ഞു.
അപ്പോൾ ഞാൻ ഇത് കണ്ടെങ്ങനെ മാറി കഴിയും ആദ്യം എനിക്ക് അറിഞ്ഞുള്ളൂ സാറ് അതിൽ കണ്ടു മാറിയാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു ഓരോ ഡോക്ടർമാരും പറഞ്ഞു. ശരി, ഞാനൊരു 50 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇയാൾ ഭാര്യയ്ക്ക് മരുന്ന് വല്ലതും വാങ്ങിച്ച് കൊടുക്കും, ഞാൻ നോക്കട്ടെ എന്നിട്ട്. അത് കഴിഞ്ഞ് ഞാൻ സെർച്ച് ചെയ്തു. സെർച്ച് നമ്മൾ പരതയിലുള്ളല്ലോ വാർത്ത കണ്ടി പരതി വാങ്ങിയപ്പോൾ സംഗതി ശരിയാണ്. ഞാൻ വാർത്ത എഴുതി കൊടുത്തു. പിറ്റേ ദിവസം കേരളത്തിൽ നല്ല പിന്നെ ഇത് ബൈലൈൻ ഇട്ട് കണ്ടുമാറി കൊടുത്തു. ഒരു 10 മണി ആയപ്പോൾ അന്ന് ഇങ്ങനെ വക്കം വിഷമത്തിൽ പിന്നെ ഇത് ഹെൽത്ത് മിനിസ്റ്ററാണ്. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ മിനിസ്റ്റർ പത്രസമ്മേളനം വെച്ചിരിക്കുകയാണ്. എല്ലാവരും 10:30 വരണം. ഞാൻ എന്താ അതൊന്നും ഞാൻ കേട്ടോ 10:30 വരണം എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന്. അപ്പോൾ എനിക്കൊരു അത് കേട്ടപ്പോൾ ഇതേടാ എൻ്റെ വാർത്ത തെറ്റിയാൽ നമ്മൾ കൊടുക്കുന്നൊരു വാർത്ത തെറ്റിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് എൻ്റെ നഷ്ടപ്പെടും പോലെയാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ പത്രസമ്മേളനത്തിൻ്റെ ഫ്രണ്ട് ഇരിക്കും. അന്ന് ഫ്രണ്ട് ഇരുന്നില്ല, ബാക്കിൽ കയറിയിരുന്ന്. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കുറച്ച് പേപ്പർ 2-3 പേപ്പറുമായിട്ട് കയറി വന്ന് എന്നെന്ത് ബാക്കിൽ കയറി ഇരിക്കണേ. ഞാൻ പറഞ്ഞു വരാൻ താമസിച്ച് പോയി. പറഞ്ഞു. അപ്പോൾ ഇത്രയായപ്പോൾ ഞാനങ്ങ് തളർന്നു പോയി, ഇത്ര വിഷമത്തു. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇന്നത്തെ പേപ്പറിൽ ഒരു വാർത്ത നിങ്ങളെ കണ്ടിരിക്കുമായിരിക്കും കേരളോപതിയിൽ. നമ്മളങ്ങനെ അത് വായിച്ചിട്ട് എന്നിട്ട് ഒരു 2 പീരീഡ് ഉണ്ടായിരുന്നു. ഇത്ര ആ 2 പീരീഡ് നമുക്ക് ഉൾക്കണ്ടയാണ്. നമ്മൾ കൊടുത്ത വാർത്തയില്ലേ തെറ്റിപ്പോയോ. അങ്ങനെ പറഞ്ഞ് ഈ വാർത്ത ശരിയാണ്, പക്ഷേ ഒരു ഡോക്ടർ ഒരു സ്ത്രീയാണ് ഡോക്ടർ, അവരുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ആശ്വാസം അതാണ്. പിന്നെ എനിക്ക് നിയമസഭയിൽ വെച്ചുകൊണ്ടൊരു സംഭവം KT ജോർജ് എന്ന് പറഞ്ഞുകൊണ്ടൊരു അങ്ങനെ ധനകാര്യമന്ത്രിയായിരുന്നു. വളരെ ആഭിജാത്യമുള്ള ഒരു ഇതാണ്. ആരോടും പ്രതിപക്ഷക്കാർ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു സൊറ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അന്ന് ഒരു നിയമസഭ അപ്പോൾ ഈ നിയമസഭ 0 അവർ എന്നൊരു ഉണ്ട്. ആ സമയത്ത് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാ ചാനൽ MLA എല്ലാവരും ചായ കുടിക്കാനൊക്കെ ഇറങ്ങും. അവിടെ ഒരു ക്യാൻറ്റീനുണ്ട്, കാഫി ഹൗസിൻ്റെ. അപ്പോൾ ഒരു ദിവസം കാപ്പി ഞാനും എൻ്റെ ഒരു സുഹൃത്താണ് പിന്നെ ഹിന്ദുവിലെ കറസ്പോണ്ടായിരുന്ന സുബ്രഹ്മണ്യ രാമസ്വാമി. ഞങ്ങൾ 2 പേരും കൂടി പിന്നെ ചായ കുടിച്ചുകൊണ്ടിരുമ്പം ഇന്ത്യ നിയമസഭയുടെ പുറത്തെ തളത്തിൽ പിന്നെ കുറച്ച് ചില MLA-മാരും ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ തമാശ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കണ്ട ഉടനെ ചായ പാനീയ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് വരികയാണ്. ഞങ്ങൾ അതേന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് അപ്പോൾ അസംബ്ലി 0 അവർ തീരാറായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ബില്ല് അവതരിപ്പിക്കണം. അപ്പോൾ അത് ഞാൻ ഓർത്തിട്ട് പറഞ്ഞു പിന്നെ സമയമായി പോകാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സെറ്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ പോകാൻ സമയമായി, ഈ അവസാനത്തെ വരി കൂടെ ഞാൻ വലിച്ചോട്ടെ എന്നുകൊണ്ട് ഞാൻ വലിച്ചിട്ട് കയറി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളും പുറകെ പോയി ചെന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ബില്ല് അവതരിപ്പിച്ചിട്ട് എനിക്ക് അവതരിപ്പിക്കുന്നു. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ശബ്ദം നിലച്ചു. ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് ഡെസ്കിൻ്റെ പുറത്തുനിന്ന് മറിച്ച് വീഴുകയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഡ്യൂട്ടി ഡോക്ടറുണ്ട്. അങ്ങനെ ഓടി വന്ന് വലിയൊരു സ്ഥാപിച്ചു. ഇതാണ് അച്ചുവൻ്റാണ് മുഖ്യമന്ത്രി. ഡ്യൂട്ടി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് ഉടനെ തന്നെ എൻ്റെ സെറിബ്രൽ ഹെമറേജാണ്, മസ്തിഷ്ക ദാസമാണ്, ഉടനെ ആശുപത്രി. അപ്പം തന്നെ അങ്ങനെ കൊണ്ടുപോയി. ഒരു 2:30 ആയപ്പോൾ അദ്ദേഹം മരിച്ചായി വാർത്ത വന്നു. എന്നോട് പോകാൻ സമയമായെന്ന് പറയുകയും അവസാനത്തെ വലിയ വലിച്ചോട്ടെന്ന് പറഞ്ഞു അറം പറ്റിയതുപോലെ എന്നോട് പറഞ്ഞ് അന്ന് കരഞ്ഞിട്ട് ഞാൻ അസംബ്ലിയിലുണ്ട്. എങ്ങനെ പലതുണ്ട്. എന്നെയാണ് അവിടെ നിന്ന് വെറുതെ കാണിക്കാൻ ഒരു വിദ്വാൻ കേരളം ശ്രമിച്ചത്. ഞാൻ പറയണില്ല, അത്രയും വേണം. അത്രയും ആത്മാർത്ഥമായിട്ട് ജോലി തന്നെയാണ് കേരളത്തിലെ ആരും ഞാൻ പറയുന്നില്ല എന്നെ പുറത്ത് കാണിക്കാൻ ശ്രമിച്ചത്. നിയമസഭയുടെ പുതിയ ബില്ലിൻ്റെ ഉദ്ഘാടനത്തോട് നിയമസഭ ഏറ്റവും കൂടുതൽ ദിവസം റിപ്പോർട്ട് ചെയ്തവർക്ക് അവാർഡ് കൊടുത്തു. ആ അവാർഡ് ആദ്യത്തെ അവാർഡ് എനിക്കാണ് തന്നത്. ആദ്യമായിട്ട് തന്നത് എനിക്കാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു യു ആർ പ്രസിഡൻറ്റിങ് അത് അസംബ്ലി. ഞാൻ നോൺ സാർ, ഐ ആം റിപ്പോർട്ടർ ഓഫ് കേരളപതി. ഗുഡ് എന്ന് പറഞ്ഞ് അങ്ങനെ അഭിനയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ VP മാധവൻ നായരൊക്കെയാണ് വന്നത്.
എനിക്ക് ഒരുപാട് എക്സ്ക്ലൂസീവ് വാർത്ത കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്ന് പ്രധാനപ്പെട്ടത് പ്രീ ഡിഗ്രി ബോർഡ് ഉണ്ടാക്കാൻ. അപ്പോൾ അത് അങ്ങനെ മന്ത്രി ജേക്കബ് കേരള കോൺഗ്രസിൻ്റെ ആൾ ജേക്കബാണ്. അപ്പോൾ അത് അന്ന് പ്രീ ഡിഗ്രി വരുന്നതോ പ്രീ ഡിഗ്രി ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാൻ ഒരു ബോർഡ് വയ്ക്കാനായിട്ടാണ് തീരുമാനിച്ചത്. ഇപ്പം ക്യാബിനറ്റ് തീരുമാനിച്ചിട്ട് പിന്നെ കരുണാകരൻ അത് മാത്രം പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വന്ന സെക്രട്ടറി രാമചന്ദ്രൻ നായരാണ്. കരുണാകരത്തിന് എന്തോ ഉണ്ടല്ലോ ഞാൻ പതുക്കെ ചാടി മോളിൽ കയറി. അദ്ദേഹം എപ്പോഴും എന്നെ കണ്ടാൽ സ്വീകരിക്കും. എന്നാൽ കാത്തു നിന്ന് ഞാൻ പറഞ്ഞിനെ പ്രീ ഡിഗ്രി ബോർഡിൻ്റെ ആൾ പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കേട്ടു. അപ്പം അങ്ങനെ കേട്ടതൊക്കെ ശരി തന്നെ. ബോർഡ് തീരുമാനിച്ചതിന് ആഡിയൻസ് ഇറക്കാനാണ് രഹസ്യം വച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാതെ അപ്പോൾ അതിനെ വാർത്തയാക്കി. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ പറഞ്ഞ് ഞാൻ അപ്പുറത്ത് എന്ത് വേണം വാർത്തയാക്കി. അത് വലിയ കൊള്ളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്തു. ബോർഡ് ചോദിച്ചുകൊണ്ട് ഇവർ യൂണിവേഴ്സിറ്റി ജീവനക്കാർ നടത്തി, വിദ്യാർത്ഥികൾ നടത്തി, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ പ്രീ ഡിഗ്രി ബോർഡാണ് പിന്നീട് ഇവർ +2, +1, +2 ആക്കി വിഷയം മാറ്റിയത്. നിയമസഭയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. ആ പുസ്തകം എഴുതാൻ ഒരു പ്രചോദനം കിട്ടിയതുണ്ട്, സംഭവം ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് യുവാക്കൾക്ക് ഈ നിയമസഭയുടെ പ്രയോജനം എന്താണ്, ആവശ്യം എന്താണെന്നെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇവിടുത്തെ സെക്രട്ടറിയാണ് ആനന്ദ ബോസ്. അന്ന് അദ്ദേഹം ഗവർണറായിട്ടില്ല. അന്ന് അദ്ദേഹം പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ നിയമസഭയിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ട് അപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പിന്നെ കോളേജിലുള്ള പിള്ളേരെ സെലക്ട് ചെയ്ത് അങ്ങനെയുള്ള ഗൈഡ് സെലക്ട് ചെയ്തിട്ട് നിയമസഭയുടെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ സംവിധാനം എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നെ ഒരു മോക്ക് പാർലമെൻ്റ് എടുക്കും. അങ്ങനെയൊക്കെ അതിനകത്ത് ബെസ്റ്റ് പിന്നെ പാർലമെൻറ്ററിനെ തിരഞ്ഞെടുത്ത് അവർക്ക് സമ്മാനം കൊടുക്കുമായിരുന്നു. അങ്ങനെ സ്കീം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഒരു മീറ്റിംഗ് നടക്കുന്ന അതിൻ്റെ സമാപന യോഗത്തിന് ഇതുപോലെ നടന്നപ്പോൾ പിന്നെ ഞാൻ എന്നെങ്കിലും വിളിച്ചു. അക്കം പുരുഷോത്തരാണെന്ന് തോന്നുന്നു, വർഷമല്ല ഞാനുണ്ട്. അത് ആനന്ദ ബോസ് ഉണ്ടായിരുന്നു അവിടെ. അത് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഈ 3-4 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് എന്താണ് നിയമസഭയുടെ നടപടിക്രമങ്ങളൊന്നും പിടികിട്ടുന്നില്ല. പിന്നെ ഒന്നുകിൽ അവർക്ക് ഈ പറഞ്ഞു കൊടുക്കാൻ ആളില്ലായിരുന്നു, അറിയാവുന്നവരില്ലായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തത് ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ആ പാകപ്പിഴകൾ ഞാനിങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ആനന്ദ ബോസിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, KG ഞാനവിടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു, എന്തുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് KGക്ക് പുസ്തകം എഴുതിക്കൂടാ എന്ന് പറഞ്ഞു. ആ ചോദ്യമാണ് ആ പുസ്തകം എഴുതാൻ എനിക്ക് പ്രചോദനമായത്. അത് വെച്ച് ഞാനൊരു പുസ്തകം എഴുതി. പുസ്തകത്തിൽ ഞാൻ ആരെയും ഏത് ഭരണം കൊള്ളാം, ഏത് ഭരണം മോശമാണെന്നൊന്നും വിലയിരുത്താൻ പോയിട്ടില്ല. അതൊക്കെ ഞാൻ മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയ നായകന്മാർക്കും വിട്ടിരിക്കുന്നു. ഞാൻ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വളരെ ലളിതമാണ്. എന്താണ് നിയമസഭയുടെ സംസ്ഥാനത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കേണ്ട നിയമസഭയുടെ സംവിധാനം എന്താണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. അത് വളരെ പ്രയോജനപ്പെടും. ഇത് ആ പുസ്തകം പ്രകാശനം ചെയ്തത് പക്കം പുരുഷനായിരുന്നു. അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു ഈ പുസ്തകം നിയമസഭയിലേക്ക് ആദ്യമായി വരുന്നവർക്കും യുവാക്കൾക്കും മനസ്സിലാക്കാനുള്ള ഒരു കൈപ്പുസ്തകമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും വായിച്ചിരിക്കണമെന്ന് അദ്ദേഹം അവിടെ പറയുകയും ചെയ്തു, അസംബ്ലി പറയുകയും ചെയ്തു. ഇപ്പോൾ 7 പതിപ്പായി. 7 പതിപ്പെന്ന് പറഞ്ഞാൽ 7000 കാപ്പി പോയിരിക്കുന്നു എന്നർത്ഥം. പത്രപ്രവർത്തന രംഗത്ത് പുതുതായിട്ട് വരുന്ന ചെറുപ്പക്കാർക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നല്ല നല്ല വാർത്തകളുണ്ടാക്കാൻ. വാർത്തകളുണ്ടാക്കുമ്പോൾ അത് വെറും കെട്ടുവാർത്ത ആകരുത്, സത്യസന്ധ വാർത്തയാണ്, യാഥാർത്ഥ്യങ്ങൾ വാസായിക്കണം. എൻ്റെ 35 വർഷത്തെ പത്രപ്രവർത്തന കാലയളവിനുള്ളിൽ ആത്മാഭിമാനം തരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് വെളിപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത്, ഒന്ന്, സെഷറി പേയ്മെൻറ്റുകൾ നിർത്തിവെക്കേണ്ടി വരും എന്നുള്ള ഒരു
സംഭവമാണ്. അത് എനിക്ക് മാത്രം കിട്ടിയ ഒരു സംഭവമായിരുന്നു, ഒരു റിപ്പോർട്ടായിരുന്നു. അതായത് ധനകാര്യ സെക്രട്ടറിമാർ പത്രക്കാരെ സ്വീകരിക്കുകയില്ല. കാരണം സർക്കാരിൻ്റെ സാമ്പത്തിക കുഴപ്പങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പൊതുജനം അറിയണ്ട എന്നുള്ള ഒരു മനോഭാവമാണ് അതിൽ. ഒരു ധനകാര്യ സെക്രട്ടറിമാരും കുറേ കാലമായി സ്വീകരിക്കില്ലായിരുന്നു. എന്നാൽ ബാബുപാൽ ധനകാര്യ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാനൊരു ദിവസം അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം ഒരു സംസാര പ്രിയനാണല്ലോ, അതുകൊണ്ട് അത് വാ KG ഇരിക്കെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന് ഞങ്ങൾ പലരും സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ഞാൻ വളരെ തഞ്ചത്തിന് ഈ സാമ്പത്തിക ഞെരുക്കം എടുത്തു പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൂളായിട്ട് ഒന്നും സംഭവിക്കാത്ത വേണ്ടിയിൽ അങ്ങനെ കേട്ടോ, ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം താൽക്കാലിക സാമ്പത്തിക ഞെരുക്കം ഒഴിവാക്കുന്നതിന് താൽക്കാലികമായി ചെയ്യേണ്ട കാര്യങ്ങളും നടപടികളും ഒരു ദീർഘകാലം അടുത്ത് അത് സ്വീകരിക്കുന്ന നടപടികളും വിശദമായി സംസാരിച്ചു. ഞാനിതൊന്നും കുറിച്ചെടുക്കാൻ പോയില്ല, പേന കയ്യിലെടുത്താൽ അദ്ദേഹം നിർത്താതെ മാറ്റിക്കളയുമോ എന്നുള്ള സംശയത്തിൽ ഞാൻ പേന കയ്യെടുത്തിൽ മുഴുക്കി വന്നു. പിറ്റേ ദിവസം കേരളപുരിയിൽ 8 കാലത്തിൽ എനിക്ക് ഒരു മുഖ്യ വാർത്തയായിട്ട് ആ സംഭവം സംസ്ഥാന സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിലാണ്, ട്രഷറി നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ ഞാൻ എഴുതി. 8 കാലത്തിൽ പ്രധാന വാർത്തയായിട്ട് വന്നു. അങ്ങനെ അതൊരു സംഭവമാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ നന്ദി പറഞ്ഞു. അദ്ദേഹം ചിരിച്ചു. അപ്പോൾ ഒന്നും പേരെടുത്തില്ലല്ലോ, എനിക്ക് മനസ്സിലായി, എന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ അതൊരു വാസ്തവത്തിൽ എനിക്കൊരു സന്തോഷം തന്ന സംഭവമാണെന്നുള്ളത് തർക്കമില്ല. ക്യാബിനറ്റ് ബ്രീഫിംഗ്, ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് ബ്രീഫിംഗ് വെച്ചാൽ മന്ത്രിസഭാ യോഗം ചേർന്നിട്ട് അതിൽ തീരുമാനങ്ങൾ പത്രങ്ങളോട് പറയുക. ആ ബ്രീഫിംഗ് തുടങ്ങിയത് അച്യുതമേനോൻ്റെ കാലത്തായിരുന്നു. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് പ്രത്യേകതയുണ്ട്. അദ്ദേഹം എടുക്കുന്ന തീരുമാനം പറയും, തീരുമാനത്തിൻ്റെ പശ്ചാത്തലം പറയും. ആ തീരുമാനം അതുകൊണ്ടുള്ള പ്രയോജനം പറയും. അത് പദ്ധതികൾ വല്ലതുമാണെങ്കിൽ പദ്ധതികളുടെ വിവരങ്ങൾ പറയും. ഇങ്ങനെ വിശദമായിട്ട് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കോളത്തിൽ ഹെഡിങ്ങിൽ വാർത്ത കൊടുക്കാനുള്ള വാർത്തകൾ കിട്ടും. അങ്ങനെയായിരുന്നു. എന്നാൽ ചില ബ്രീഫിങ്ങിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹം തന്നെയാണെന്ന് പറഞ്ഞ് എത്തിയില്ല. പക്ഷേ ചില മുഖ്യമന്ത്രിമാർ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഉദാഹരണത്തിന് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എന്തെങ്കിലും മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമായാൽ അദ്ദേഹം ചോദ്യകർത്താവിൻ്റെ നെറുകെ കണ്ണിറുക്കി കാണിക്കും. എന്നിട്ട് എണീറ്റ് വിഷയങ്ങളും മറ്റ് പറഞ്ഞു പോകും. അതങ്ങനെ. പിന്നെ EK നയനാർ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ. അദ്ദേഹത്തിന് ക്യാബിനറ്റിലെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങളൊന്നും വാർത്തയല്ല കേട്ടോ. അദ്ദേഹം വരുന്നത് ഒരു കെട്ട് എഴുതിയ കാര്യങ്ങളുമായിട്ടുമാണ്. അതായത് രാഷ്ട്രീയമായ സംഭവവികാസങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാനത്തിലും നടക്കുന്നതിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലും പറ്റി അടയ്ക്കുന്ന ഒരു ലേഖനം പ്രസ്ഥാനമാണ്. അത് മുഴുവൻ പത്രക്കാരെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്യും. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പിന്നെ ഇത് ഒരു ശല്യമായി നല്ല വാർത്തകൾ കിട്ടിയില്ല, ക്യാബിനറ്റ് വാർത്ത കിട്ടുന്നില്ല തന്നപ്പോൾ ഞങ്ങൾ അന്ന് നമ്മുടെ മോഹൻ ദേശാഭിമാനിയുടെ എഡിറ്ററായിരുന്ന മോഹനായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചില പ്രയാസങ്ങൾ അതുകൊണ്ട് പറയണം. അപ്പോൾ ഒരു പേടിക്കണം ഞാൻ. അപ്പോൾ ക്യാബിനറ്റ് കാര്യങ്ങൾ പറയാനായിട്ട് കൂടുമ്പോൾ മോഹൻ്റെ ഒന്നും പിറക്കനിക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു മിനിസ്റ്റർ CM ഇങ്ങനെ ഉണ്ട്. അതും വാർത്തയാണെങ്കിൽ എഴുതിക്കോ എന്ന് പറയും. അങ്ങനെ ഇരിക്കും. അതേസമയത്ത് ഒരുപാട് തമാശകൾ പറയും. ആ സന്ദർഭം കിട്ടി അങ്ങനെ അതാണ് കൂടുതലും ഇഷ്ടം. ഏറ്റുമാനൂർ ഒരു അമ്പലത്തിൽ ഒരു വിഗ്രഹമോഷണം നടന്നിട്ടുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി പത്രങ്ങൾ ചോദിച്ചപ്പോൾ സംഭവം ശരിയാണ്, അത് ഒരുത്തൻ ചാടി ഇറക്കി 11 ചാടി ഇറക്കി വിഗ്രഹം മോഷ്ടിച്ചുകൊണ്ട് പോയി, എന്ത് ചെയ്യാനാ? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവിടെ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പോലീസുകാരൊക്കെ പറ്റില്ലേ? അത് എടുത്ത വകയിൽ ഭഗവാനെന്തിന് പാറാവ് എന്നുള്ള ചോദ്യം വന്നു. വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ് ഭഗവാനെന്തിന് പാറാവ് എന്നുള്ളത്. ഭഗവാൻ സർവശക്തനല്ലേ? അപ്പോൾ മോഷ്ടിക്കാൻ വരുന്നവർ കയറി വരുമ്പോൾ അപ്പം തന്നെ തടയാമല്ലോ. അപ്പോൾ അതില്ല.
അപ്പോൾ ഭഗവാൻ മാറാവുന്ന എന്നുള്ളത് അങ്ങനെ ഒത്തിരി തമാശകൾ അദ്ദേഹം പറയുമായിരുന്നു. ക്യാബിനറ്റ് വരുമ്പോൾ അധികവും ബ്രീഫിങ്ങിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് മുഖ്യമന്ത്രി വളരെ അടുത്ത കാലത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രക്കാരോട് അദ്ദേഹത്തെ കാണാൻ ചെന്ന പത്രക്കാരോട് കടക്കു പുറത്ത് എന്ന് പറഞ്ഞ ഒരു വലിയ വിമർശനം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി വലിയ വിമർശനം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞ് തെറ്റായിപ്പോയി എന്നുള്ള അങ്ങനെ ഇതിനു മുമ്പൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിമാർ എവിടെ ഉണ്ടെങ്കിലും പത്രക്കാർ ചെല്ലും, മുഖ്യമന്ത്രി അവരെ കാര്യമായി സ്വീകരിക്കും, സംസ്കാരമാണ് സംസാരിക്കും, പറയും, കാര്യങ്ങളും പറയും. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞില്ല. ചെന്നവരെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് കേട്ടാൽ അതൊരു മോശമായ പ്രയോഗമാണെന്ന് തോന്നും. പക്ഷേ അന്ന് ഇത് അദ്ദേഹം ഇത് പറയാൻ കാരണം പത്രക്കാർ ചെന്ന് ഇടിച്ചു കയറി ചെല്ലുകയായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ചാനലുകാരുടെ ബഹളവും കൂടെയാണ്. അവർക്കാണെങ്കിൽ ഫോട്ടോ എടുക്കണം, അതിനുള്ള ക്യാമറയും അതിൻ്റെ വയറുകൾ എല്ലാം കൊണ്ട് എല്ലാം കൂടി ഒരു കുഴമറിയൽ അന്തരീക്ഷമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ആ അന്തരീക്ഷത്തിൽ അദ്ദേഹം അത് പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷം തന്ന മറ്റൊരു സംഭവമാണ് എൻ്റെ നിക്കോബർ ഐലൻഡ്സ് സന്ദർശനം. അത് വക്കം പുരുഷോത്തമൻ, സ്റ്റേറ്റിനായ വക്കം പുരുഷോത്തമൻ അവിടെ ലെഫ്റ്റനൻറ്റ് ഗവർണറായിരിക്കുമ്പോൾ എന്ന ഘട്ടത്തിലാണ്. അന്ന് അദ്ദേഹം ഇവിടുന്ന് വിജയരാഘവൻ സാറിന് എൻ്റെ ചീഫിനെ കൊണ്ടുപോകാനായിട്ട് ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്നില്ല, അപ്പോൾ വരാൻ ആരുണ്ടോ, അത് KG ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ആ നറുക്ക് എനിക്ക് വീടും. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ദേശീയ ഉത്സവം ആണ്, ഒരു 8-9 ദിവസം കാണും. അതൊന്ന് റിപ്പോർട്ട് ചെയ്യണം. അതല്ല അദ്ദേഹത്തിൻ്റെ വക്കം പുരുഷോത്തമൻ്റെ ആൾ അധ്യക്ഷം വേറെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളെപ്പറ്റി വേണമെന്നുള്ളതായിരിക്കണം. അത് പിന്നീട് അങ്ങനെ ആയിട്ട് സംഭവിക്കുകയും ചെയ്തു. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മൂന്ന് പേരെ കൊണ്ടുപോയി. ഒന്ന് ഞാൻ, ഒന്ന് ആകാശ്, മനോരമയിലെ ശാസ്താം പഠിക്കൽ, ജോയ് ശാസ്താം പഠിക്കൽ, പിന്നെ ഒന്ന് ശേഖരൻ നായർ മാതൃഭൂമിയിൽ. ഞങ്ങൾ അവിടെ ചെന്ന് വളരെ മാന്യമായ രീതിയിൽ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരുന്നു. ഞങ്ങൾ സഹായിക്കാൻ അവിടുത്തെ ഒരു സ്റ്റാഫിനെ തന്നെ, അവിടുത്തെ സർക്കാരിലൊരു ഒരു ക്ലാർക്കിനെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെയുള്ള സംഭവമില്ലായിരുന്നു. അപ്പോൾ ഈ ഞങ്ങൾക്ക് ഒരു സന്തോഷം തോന്നിയത് അത് ഗവർണറുടെ രാജഭവൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുന്നുപോലൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു കുട്ടികൾക്ക് ഓടിക്കളിക്കാനുള്ളൊരു പൂന്തോട്ടം കാണാം അവിടെ കഴിഞ്ഞ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു നല്ല മനോഹര പൂന്തോട്ടം എന്ന് ഞങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആ മനോഹരമാക്കിയതാണ്. പണ്ട് ഇതിവിടെ ഒരു കുന്നും പുറമായിരുന്നു. രണ്ടാം യുദ്ധകാലത്ത് ഇത് പട്ടാളക്കാർക്കുള്ള കേന്ദ്രമായിരുന്നു. ഒരു ജപ്പാൻകാരുടെ കേന്ദ്രമായിരുന്നു. ജപ്പാൻകാരുടെ ഒരു വിഗ്രഹം അവിടെ ഉണ്ട്, ഒരു ആരാധിക്കുന്ന വിഗ്രഹം അവിടെ ഉണ്ട്. എന്തായാലും ഞാൻ ഇത് കണ്ടിട്ട് കഷ്ടമാണെന്ന് വിചാരിച്ച് ഞാൻ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് നമുക്കിത് പിള്ളേർക്ക് കളിക്കാനുള്ളൊരു പൂന്തോട്ടമാക്കണം, 15 ദിവസത്തെ അവധി തരാം അതിനെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ആത്മാർത്ഥമായ ഒരു പൂന്തോട്ടം അവിടെ ഉണ്ടായത്. പിന്നെ അദ്ദേഹം ഞങ്ങളെ അന്ന് 8-9 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ മറ്റ് ദ്വീപുകളിലേക്ക്, ചില ദ്വീപുകളിലൊക്കെ കൊണ്ടുപോയി ചെയ്തിരുന്നു. എന്തായാലും അന്നൊരു ഞങ്ങൾ അദ്ദേഹം നടപ്പാക്കിയ പരിഷ്കാരങ്ങളും അടുത്ത ഉദ്യോഗസ്ഥന്മാരെല്ലാം അഴിമതിക്കാരാണ്. അവരുടെ വാഹനങ്ങൾ രാവിലെ മഴക്കറി വാങ്ങിക്കാൻ പോകും, ഉച്ചയ്ക്ക് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോകും, വൈകുന്നേരം ഭാര്യമാർക്ക് ക്ലബ്ബുകളിൽ പോവാം. ഇങ്ങനെ ഒരു അഴിമതി, ആ അഴിമതിയെല്ലാം അദ്ദേഹം ഇല്ലാതാക്കാൻ സാധിച്ചു. അതിനൊക്കെയുള്ള കർക്കശമായ നടപടികൾ അദ്ദേഹം സ്വീകരിച്ച് വളരെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിച്ചു. അത് വാസ്തവത്തിൽ അത് കേട്ടപ്പോൾ നമുക്ക് എൻ്റെ സന്തോഷം തോന്നി. കേരളത്തിന് ഒന്നിലധികം മുഖ്യമന്ത്രിമാരെ കാണാൻ ഉള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ കാണും അതിനകത്ത്. ചിലർക്കെതിരായിട്ട് അവിശ്വാസപ്രായം വരാം, ചിലർക്ക് അസൗകര്യമായിട്ട് വരാം, ചിലർ മരിച്ചു പോയി വരാം, ഇതിനൊക്കെ ഉണ്ട്, പല കുറ്റങ്ങളുണ്ട്. എന്തായാലും നല്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് എൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി എന്താണെന്നുള്ളത് ഞാൻ വിശദമാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഒരു നിയമനിർമ്മാണങ്ങളുടെ ഒരു സുവർണകാലമായിരുന്നു.
വളരെ പ്രയോജനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹം നടപടി എടുത്തിട്ടുണ്ട്, അത് ജീവിച്ചിട്ടുമുണ്ട്. പിന്നെ പറയാൻ അദ്ദേഹം പിന്നെ തീർച്ചയായിട്ടും കരുണാകരനും മോശമൊന്നുമല്ല. കരുണാകരനും ചില കാര്യങ്ങൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ അഴിമതി ആരെയും ബാധിക്കുകയും ബാധിച്ചിട്ടില്ല എന്ന് പറയാം എന്നല്ലാതെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇത്തിരി പ്രയാസമുണ്ട്. ഞാൻ തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തുകാരനാണെങ്കിലും എൻ്റെ തുടക്കത്തിൽ എൻ്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗം കോവളത്തായിരുന്നു. എൻ്റെ അച്ഛൻ കോവളം കൊട്ടാരം വിചാരിപ്പുകാരാണ് എൻ്റെ അച്ഛൻ. 31 വർഷം ഞാൻ അവിടെ കഴിഞ്ഞു. പഠിച്ചതും എല്ലാം അവിടുന്ന് പോയി കോളേജിൽ പോയി പഠിച്ച ഇങ്ങനെയാണ്. അതിനുശേഷമാണ് ഇവിടെ തൃക്കണ്ണാപുരത്ത് എൻ്റെ സ്വദേശമായ സ്ഥലത്ത് വന്ന് ഒരു കെട്ടിടം വെച്ച് താമസിച്ച് പഠിച്ചിരുന്നത്. എൻ്റെ ഒരു ചെറിയ ഒരു വിശാലമായ ഒരു കുടുംബമാണ് എനിക്കുള്ളതെന്ന് ഞാൻ അഭിമാനിക്കുന്നു. സംതൃപ്തമായ ഒരു കുടുംബമാണ് എനിക്കുള്ളത്. കാരണം എൻ്റെ ഭാര്യ സുഭദ്ര അമ്മ, അവർ ടീച്ചറായിരുന്നു. അതിനു മുമ്പ് പിന്നെ അവർ ആകാശവാണിയിലെ ആർട്ടിസ്റ്റ് രാധാദേവിയുടെ സഹോദരിയാണ്. ടീച്ചറായിരുന്നെങ്കിലും പിന്നെ ചില സിനിമകളിലൊക്കെ ഡബ്ബിങ്ങിന് പോയിട്ടുണ്ട്. ചില ചെറിയ കൊച്ചു റോളുകൾ വളരെ അപൂർവമായിട്ട് അതിലുണ്ട്. രാധാദേവിയുടെ CS രാധാദേവിയുടെ സഹോദരിയാണ്. മക്കൾ എനിക്ക് 2 പെൺകുട്ടികൾ ആണ്. മൂത്ത ആൾ രാജേശ്വരി ലാറ്റക്സിലാണ് ജോലി. അടുത്ത ഭർത്താവ് ആകാശവാണിയിലെ രാജശേഖരൻ ആകാശവാണിയിലെ അനൗൺസറാണ് ആയിരുന്നു. ഇപ്പോൾ റിട്ടയറിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റൊരു മകൾ സുജ ഹൗസിംഗ് ഫിനാൻസ് അതിലാണ് സുജയുടെ ജോലി. അയാളുടെ ഭർത്താവ് പ്രോവിഡന്റ് ഓഫീസിലാണ് ജോലി, സുനിൽ കുമാർ എന്ന് പറയും. ഇതാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ഇളയ തലമുറ. ആരുഷി എന്നാണ് അവളുടെ പേര്. ആരുഷി എന്ന പേര്. ഇപ്പോൾ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. നല്ലപോലെ തമാശ പറയും. ഇഷ്ടപ്പെട്ടാൽ നല്ലപോലെ തമാശകളൊക്കെ പറയും. ദേഷ്യം വന്ന് അടിയും എതിരിക്കുന്നതിന് അടിക്കുകയും ചെയ്യും. അല്ലേ മക്കളെ? കുളത്തിൽ വെള്ളം കണ്ടു ചെല്ലവേ വെള്ളം കാണുമല്ല കുടിക്കുന്നതിനായി മാകമൊന്നും കണ്ടില്ല. കല്ലുകൾ പറക്കിയിടാൻ വെള്ളം പൊങ്ങി വന്നു. വീണ്ടുവളം കുടിച്ചു. വെള്ളം കുടിച്ച കാക്ക വെള്ളം കുടിച്ചു. കാക്ക പാടി പറന്നങ്ങ് പോയി. കാക്ക പാടി പറന്നങ്ങ് പോയി. പച്ചടി കിച്ചടി സാമ്പാറ് പരിപ്പ് പപ്പടം ഉപ്പേരി അടയും പഴവും വാഴ്ത്തവുമായി സദ്യ ഒരുക്കിയിടാം. മഴക്കൊമ്പിലൊരു കാക്കിയിരിക്കവേ ദൂരെയൊരു മുറ്റത്ത് കുളത്തിൽ വെള്ളം കണ്ടു ചെല്ലവേ വെള്ളം കാണുമല്ല കുടിക്കുന്നതിനായി മാകമൊന്നും കണ്ടില്ല. കൈകൾ പറക്കി ഇടാവേ വെള്ളം പൊങ്ങി വന്നു. വീണ്ടുവളം കുടിച്ചു. വെള്ളം കുടിച്ച കാക്ക വെള്ളം കുടിച്ചു. കാക്ക പാടി പറന്നങ്ങ് പോയി. കാക്ക പാടി പറന്നങ്ങ് പോയി.